നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് മുൻവർഷ മലയാളം ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണ്? ചോദ്യം എന്താണ്? പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണ്? ഉത്തരം എന്താണ്? പ്രത്യയമില്ലാത്ത വിഭക്തിയാണ് നിർദ്ദേശിക. എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം. പ്രത്യയമില്ലാത്ത വിഭക്തിയെ നിർദ്ദേശിക വിഭക്തി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇതിന് നാമത്തോട് പ്രത്യേകിച്ചൊരു പ്രത്യയവും ചേർക്കാറില്ല. അതാണ് നിർദ്ദേശിക വിഭക്തി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ എന്താണ്, രാമൻ, സീത, ഇതൊക്കെ എന്താണ്? നിർദ്ദേശിക വിഭക്തിക്ക് ഉദാഹരണമാണ്. അപ്പോൾ പ്രത്യയമില്ലാത്ത വിഭക്തിയാണ് നിർദ്ദേശിക വിഭക്തി. അടുത്ത ചോദ്യം നോക്കാം. ഓടി അധികം ചാടി, ഇത് രണ്ടും കൂടി ചേർത്തെഴുതുക. ഓടി അധികം ചാടി. ഓടി അധികം ചാടി എങ്ങനെയാണ് ചേർത്തെഴുതുമ്പോൾ? ഓടിച്ചാടി. ഓടി അധികം ചാടി എന്താണ്? ഓടിച്ചാടി. താഴെ പറയുന്നതിൽ ഏതാണ് ദശപുഷ്പം? എന്താണ് ചോദ്യം? ഈ 4 ഓപ്ഷൻസ് ഉണ്ട്. മുല്ല, റോസ, തുളസി, കറുക. ഇതിൽ ദശപുഷ്പം ഏതാണെന്നാണ് ചോദ്യം. നമുക്കപ്പം ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് ചെറുതായിട്ട് പറയാം, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ദശപുഷ്പങ്ങളെന്ന് പറയുന്നത് കറുക. ഇപ്പോൾ ഓപ്ഷനിൽ തന്നെ ഉണ്ടല്ലേ, കറുകയാണ് ദശപുഷ്പം. ഈ ഓപ്ഷൻസിൽ മുല്ലയും റോസയും തുളസിയും ദശപുഷ്പമല്ല, കറുകയാണ് ദശപുഷ്പം. ദശപുഷ്പങ്ങൾ കറുക, മുക്കുറ്റി, തിരുതാളി, നിലപ്പന, കയ്യോന്നി, ചെറുള, വിഷ്ണുക്രാന്തി, പൂവാങ്കുറുന്തൽ, മുയൽ ചെവിയൻ, ഉഴിഞ്ഞ. അപ്പോൾ ഏതൊക്കെയാണ്? കറുക, മുക്കുറ്റി, തിരുതാളി, നിലപ്പന, കയ്യോന്നി, ചെറുള, വിഷ്ണുക്രാന്തി, പൂവാങ്കുറുന്തൽ, മുയൽ ചെവിയൻ, ഉഴിഞ്ഞ. ഇവയൊക്കെയാണ് എന്ത്? ഇവയൊക്കെയാണ് ദശപുഷ്പങ്ങൾ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അതുറപ്പുള്ള കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും ദശപുഷ്പങ്ങൾ റിലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. അടുത്ത ചോദ്യം, രാമനും കൃഷ്ണനും ഇതിലെ സമുച്ചയ പ്രത്യയം എന്താണ്? എന്താണ് ചോദ്യം? രാമനും കൃഷ്ണനും ഇതിലെ സമുച്ചയ പ്രത്യയം എന്താണ്? അപ്പോൾ എന്താണ് സമുച്ചയ പ്രത്യയം എന്നൊന്നറിയണ്ടേ? രണ്ടോ അതിലധികമോ പദങ്ങളെ അല്ലെങ്കിൽ വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളാണ് സമുച്ചയ പ്രത്യയങ്ങളെന്ന് പറയുന്നത്. മലയാളത്തിൽ സാധാരണയായിട്ട് നമ്മൾ എന്നുള്ളത് എന്താണ്? പ്രത്യയമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറയുമ്പോൾ ഇവിടെ പറയും പോലെ രാമനും കൃഷ്ണനും, ഇവിടെ എന്താണ്? ഇവിടെ ആണ് സമുച്ചയ പ്രത്യയം. അപ്പോൾ എന്താണ് സമുച്ചയ പ്രത്യയം? രണ്ടോ അതിലധികമോ പദങ്ങളെ അല്ലെങ്കിൽ വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളെയാണ് സമുച്ചയ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ അത് ആണ് സാധാരണയായിട്ട്. അപ്പോൾ രാമനും കൃഷ്ണനും, അപ്പോൾ ആണ് ഇവിടുത്തെ സമുച്ചയ പ്രത്യയം. അടുത്ത ചോദ്യം എന്താണ്? കറുത്ത പശു പാൽ തരും. ഈ വാക്യത്തിലെ വിശേഷണം ഏതാണ്? ചോദ്യം എന്താണ്? കറുത്ത പശു പാൽ തരും. ഇവിടെ ഈ വാക്യത്തിലെ വിശേഷണം എന്താണ്? ഇവിടെ കറുത്ത എന്നതാണ് വിശേഷണം അല്ലേ? കറുത്ത, അതാണ് ഇവിടുത്തെ വിശേഷണം. കറുത്ത പശു പാൽ തരും. ഇവിടെ കറുത്തയാണ് വിശേഷണം. അമ്മിഞ്ഞ പാലോലും ചോരിവാ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞെ, മറ്റൊരു മാതാവ് കൂടിയുണ്ടെൻ മകൻ ഉറ്റവാത്സല്യത്തോട് ഓമനിക്കാൻ. ഇവിടെ മറ്റൊരു മാതാവ് എന്ന് പറയുന്നത് ആരെയാണ്? നമ്മൾ കുറച്ചായി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കോട്ട് ചെയ്ത ശേഷം, അപ്പം ഇതേത് എന്താണ് നോവലിലെ വരികളാണ്, അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങൾ ഏത് നോവലിലെയാണ്, അതുപോലെ കവിതയുടെ വരികൾ വന്നിട്ട് അത് ഏത് കവിതയാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ഉള്ളൊരു ചോദ്യം. എന്നാൽ എന്താണ്, ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താനും പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ മറ്റൊരു മാതാവ് എന്ന് പറയുന്നത് ആരെയാണ്? ഇംഗ്ലീഷ് ഭാഷ, മലയാള ഭാഷ, തമിഴ് ഭാഷ, സംസ്കൃത ഭാഷ. നമ്മൾ മലയാളികൾ എപ്പോഴും എന്താണ്, പെറ്റമ്മയോളം മാതൃഭാഷയും പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ മറ്റൊരു മാതാവ് എന്ന് പറയുന്നത് മലയാള ഭാഷയാണ്. കേട്ടിട്ടില്ലേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. അപ്പോൾ ഇവിടെ മറ്റൊരു മാതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മലയാള ഭാഷയാണ്. അടുത്ത ചോദ്യം, ഓൻ എന്ന പദം തിരുവിതാംകൂറിൽ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? ഓൻ എന്ന പദം തിരുവിതാംകൂറിൽ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? അവൻ എന്നാണല്ലേ? ഓപ്ഷൻ എ ആണ്. നമ്മൾ ഓൻ എന്ന് പറയുന്നത് തിരുവിതാംകൂർ സ്ഥലത്തൊക്കെ എന്താണ്? അവൻ എന്നുള്ളതാണ്. ഓൻ എന്ന പദം തിരുവിതാംകൂറിൽ ഉച്ചരിക്കുന്നത് അവൻ എന്നാണ്. നമ്മൾ വടക്കോട്ടൊക്കെ ഓൻ എന്ന് പറയും,
ഇങ്ങോട്ട് തെക്കോട്ടൊക്കെ വരുമ്പോൾ എന്താണ്, അത് അവൻ എന്നാണ് പറയാറ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? പന്തളം KP ആണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ രചയിതാവ്. പന്തളം KP എന്ന് പറയുമ്പോൾ പന്തളം KP രാമൻ പിള്ളയാണ്. അദ്ദേഹം ഒരു പ്രമുഖനായ കവിയും പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ NSSൻ്റെ പ്രാർത്ഥനാ ഗാനമാണ് ഈ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന പ്രശസ്തമായിട്ടുള്ള ഗാനം. അടുത്ത ചോദ്യം, അദ്രി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? അദ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അദ്രി എന്ന വാക്കിൻ്റെ അർത്ഥം പർവ്വതം എന്നാണ്. എന്താണ്? അദ്രി എന്ന വാക്കിൻ്റെ അർത്ഥം പർവ്വതം എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി പ്രധാന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇവിടെ ദശപുഷ്പമായിട്ടുള്ളത് കറുകയാണ്, അതൊന്ന് ഓർത്ത് വെക്കുക. കറുത്ത പശു പാൽ തരുമെന്നതിലെ വിശേഷണം എന്താണ്? കറുത്ത ആണ്. ഇവിടെ ഈ കവിതയിൽ അമ്മിഞ്ഞപ്പാലോലും അങ്ങനെ തുടങ്ങുന്ന ഈ ഒരു വരികളിൽ മറ്റൊരു മാതാവ് എന്ന് പറയുന്നത് ആരെയാണ്? മലയാള ഭാഷയെയാണ്. ഓൻ എന്ന പദം തിരുവിതാംകൂർ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? അവൻ എന്നാണ്. അപ്പോൾ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ രചയിതാവ് പന്തളം KP ആണ്. പന്തളം KP രാമൻ പിള്ളയാണ്. അദ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അദ്രി എന്ന വാക്കിൻ്റെ അർത്ഥം പർവ്വതമാണ്. പ്രത്യയമില്ലാത്ത വിഭക്തിയാണ് നിർദ്ദേശിക വിഭക്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക.